ഇത് രാജസ്ഥാനിലെ ഒരു പ്രഭാത ഭക്ഷണമാണ്. ദാൽ പക്വാൻ എന്നാണ് ഇതിന്റെ പേര്. ഇത് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടും. എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ? ഇത് ഞാൻ ജയ്സൽമീർ ഫോർട്ടിനടുത്ത് കണ്ടൊരു കടയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇത് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പരിപ്പ് കറി കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വന്നെന്ന് പറഞ്ഞാൽ മതി. രാജസ്ഥാനിലെ പശുവാണ് കാളയാണെന്ന് അറിയില്ല കേട്ടോ. ഇതിന്റെ ഒരു രൂപം കണ്ടില്ലേ? കണ്ടാൽ തന്നെ പേടിയാവും. അതിന്റെ കൊമ്പൊക്കെ ഇരിക്കണ കണ്ടോ? അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് സാധനം. രാജസ്ഥാനിലെ വീടുകളൊക്കെ കണ്ടില്ലേ? രാജസ്ഥാനിലെ ജയ്സൽമീർ ആട്ടോ ഇത്. ഇവിടുത്തെ ആൾക്കാരുടെ വീടുകളൊക്കെ കണ്ടില്ലേ? മഞ്ഞക്കല്ലിൽ ഫുള്ള് അടിപൊളി വീടുകളാണ്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ജയ്സൽമീറിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇവരുടെ ചെറിയ 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 കോളനിക്കകത്തുകൂടി നടന്നു പോകാൻ ഒരു പ്രത്യേക വൈബാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴിയൊക്കെ തെറ്റിപ്പോകും. കാരണം മൊത്തം മഞ്ഞ കളർ മാത്രമേ ഉള്ളൂ. തന്നെ ഈ ചെറിയ ചെറിയ വഴികളിലൊക്കെ ഒരുപാട് കടകളുണ്ട്. കടകളുടെ സ്റ്റൈലൊക്കെ ഇങ്ങനെയാണ്. ഈ രാജസ്ഥാനി ബാഗും രാജസ്ഥാനി ഡ്രസ്സും ഇങ്ങനത്തെ ഡിസൈനിലുള്ള സാധനങ്ങളാണ് ഇവിടുത്തെ ഈ കടകളിൽ കൂടുതലുള്ളത്. കട ചെറിയ കടയാണെങ്കിലും കൂടുതലും സ്റ്റോക്കുകൾ ഈ ഒരു വഴിയിൽ ഫുള്ള് ഇങ്ങനെ ഇവർ ഡിസ്പ്ലേ ചെയ്തേക്കാണ്. ഇതാണ് ജയ്സൽമീർ ഫോർട്ട്. മഞ്ഞ മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചേക്കണ ഈ ഒരു കോട്ട. ഈ ഒരു കോട്ടക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോട്ട കൂടിയാണ്. ലോകത്തിലെ തന്നെ അപൂർവം ജീവിക്കുന്ന കോട്ടകളിൽ ഒന്നുകൂടിയാണിത്. 4000-ഓളം ആളുകൾ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഈ കച്ചവടങ്ങളും കടകളും റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെ നടത്തുന്നത്. ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇവർ സെറ്റാക്കി തന്നേക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പഴയ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പൈസയും കാര്യങ്ങളൊക്കെ, ഒരുപാട് പഴയ കാലങ്ങളിലുള്ള കല്ല് കൊണ്ടുള്ള പൈസകൾ വരെ ഇതിൻ്റെ അകത്ത് ഇവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങൾ, രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന സകല പാത്രങ്ങളും സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പഴയ രാജാവിൻ്റെ കാലഘട്ടത്തിലെ റൂമും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അതേപോലെ തന്നെ ഇവർ ഡിസ്പ്ലേ ചെയ്തേക്കണം. എന്തിന് രാജാവിൻ്റെയും രാജ്ഞീൻ്റെയും ഡ്രസ്സ് വരെ ഇവർ ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. കേസർ ദൂത് എന്ന് പറഞ്ഞൊരു പാനീയമാണ്. നിങ്ങൾ രാജസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കുടിക്കേണ്ട ഒരു സാധനം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പശുവും പാലിൽ കുങ്കുമപ്പൂവ് അങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇത്. അതുപോലെ തന്നെ രാവിലെ വൈകിട്ട് ഉച്ചക്കൊക്കെ ഇവിടെ എപ്പോഴും തിരക്കുള്ളൊരു കട കേട്ടോ. ബ്രെഡ് പക്കോട എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ബ്രെഡ് കടലമാവിൽ മുക്കി എണ്ണയിൽ വറുത്തെടുത്ത ഒരു സാധനമാണ്. നല്ല ടേസ്റ്റാണ്. ഇതും കഴിക്കാൻ അടിപൊളിയാണ്. നല്ല തിരക്കാണ്. ഞാൻ ഇവിടെ ജയ്സൽമീറിൽ എത്തിയിട്ട് 2-3 പ്രാവശ്യം കഴിച്ചു നോക്കിയത് ഇതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ ഈ പരിപ്പ് കറി എന്ന് പറഞ്ഞാണ്ടല്ലോ അന്യായ ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും പരിപ്പ് കറിക്ക് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഈ ജയ്സൽമീർ ഫോർട്ടിലേക്ക് വരുന്നവർ എല്ലാവരും രാവിലെ ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടി ഈ ഒരു കടയിലേക്കാണ് വന്നത്. അതേപോലെ തിരക്കാണ് ഇവിടെ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ്. കൊണ്ടുവന്നാൽ എല്ലാവരും കഴിക്കും. പുതിയ ബിസിനസ് ഐഡിയ ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. 10-15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്താലേ നമുക്ക് ഇവിടുന്ന് സാധനം കിട്ടുള്ളൂ കേട്ടോ. ടോക്കണൊക്കെ എടുത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. മൈദമാവിൽ വറുത്തെടുത്ത് വെച്ചേക്കുന്ന സാധനം കേട്ടോ. ഇത് പപ്പടം പൊടിയണ പോലെ പൊടിയും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കടേൻ്റെ ഫ്രണ്ടിൽ ആ ഒരു സാധനമാണ് മെയിനായിട്ടുള്ളത്. ഈ ഒരു സാധനം മാത്രമേ ഈ ഒരു കടയിലുള്ളൂ. പിന്നെ അതിൻ്റെ മേലെ അവർ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. ദാൽ കറി, അതുപോലെ തന്നെ കുറേ സാലഡും സാധനങ്ങളൊക്കെ ഇട്ട് എന്തൊക്കെയോ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. थोड़ी बढ़ेगा। हाँ लहसुन प्याज भैया थोड़ा छीड़े दे दो, थोड़ा प्याज दे देना मेरे को। हाँ पकवान है नींबू खाते मैं तो मिर्चा खाते मैं तो भी मत खाते, थोड़ा प्याज दे दो मजा खाते थोड़ा सी पकवान में तो पतले एकदम मुंडे में जाओ। कितने का है? 50 भाई एक दे दो।
അങ്ങനെ 10-20 മിനിറ്റ് നിന്നിട്ടാട്ടോ എനിക്കുള്ള സാധനം കിട്ടിയത്. 50 രൂപയാണ് ഈ ഒരു പ്ലേറ്റിൽ ഒറ്റ പീസുള്ളൂ. അതിൽ കുറച്ച് തക്കാളിയും സാലഡും മല്ലിയില എന്തൊക്കെ പൊടിയൊക്കെ തേച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. ഇവിടുത്തെ ബാക്കിയുള്ള ഹോട്ടലുകളിലെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ നേരം നല്ല വിലയാണ്, 150-200. രാജസ്ഥാനിൽ പൊതുവെ ഫുഡിന് നല്ല എക്സ്പെൻസാണ്. ഏറ്റവും നല്ലത് ഇതേപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ നേരെ ഒരു ബാങ്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ. ഈ രാജസ്ഥാനിലെ ജയ്സൽമീറിലെ ഒരു ബാങ്ക് ഷോപ്പാണ്. ഈ ഫോർട്ടിൻ്റെ സൈഡിൽ തന്നെയാണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതിൻ്റെ നേരെ തൊട്ട് ബാക്കിലാണ്. വേണ്ടവർക്ക് ട്രൈ ചെയ്യാം. ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്യാനില്ല, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയാനില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു സാധനം കണ്ട്. ഇത് ബ്രെഡ് കടലമാവിൽ മുക്കി പൊരിച്ച് വെച്ചേക്കണം കേട്ടോ. ഇതും കഴിക്കാൻ നല്ല തിരക്കാണ്. ഇതിവിടെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി, രക്ഷയില്ല. അതുകൊണ്ട് സാധനം കഴിഞ്ഞു പോയി. പിന്നെ പുള്ളി രണ്ടാമത്തെ സാധനം കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്താൽ ഇതെന്തായാലും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറേ സമയം എടുക്കും ഇത് റെഡി ആവാനായിട്ട്. ഇതെന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം. ഈ ഒരു 2 കടയാണ് ഇവിടെ നല്ല തിരക്കുള്ളത് കണ്ടിട്ട്. രാജസ്ഥാനിൽ പൊതുവേ നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്ന പല കടകളും പല സ്ഥലങ്ങളിലും ഈ ഒരു സമയത്ത് 10 മണി സമയത്തും തുറന്നിട്ടില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളാണ് കൂടുതലും തുറന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് കഴിക്കാനായിട്ട് വെയിറ്റിങ്ങിലുമാണ് നിലവിലുള്ളത്. ഇത് കണ്ടില്ലേ, ഇത്ര ആൾക്കാരാണ് നിലവിൽ ഇത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത്ര ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളൂ. രാവിലെ തന്നെ കണ്ട എല്ലാ സ്ട്രീറ്റ് ഫുഡുകളും കഴിക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ മറ്റത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അടുത്ത സാധനം ഇത് ഇവിടുത്തെ കുങ്കുമപ്പൂവും കുറേ ഡ്രൈ ഫ്രൂട്ട്സും പാലിലിട്ട് നല്ല കുറേ നേരം തിളപ്പിച്ച് നല്ല തിക്കാക്കി. ഇത് ഞാൻ ഇന്നലെ ഒരെണ്ണം കുടിച്ചു നോക്കിയായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഇതും കേശർ മിൽക്ക് എന്നാണ് ഇതിൻ്റെ പേര്. രാജസ്ഥാനിൽ വന്നിട്ട് പിന്നെ വൃത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ സീനില്ല. നമ്മൾ നോർത്തിൽ പല സ്ഥലങ്ങളിലും കറങ്ങുമ്പോഴും രാജസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ അതിനേൽ ഒരുപാട് ബെറ്ററാണ്. ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാനും നമുക്ക് തോന്നും. കാണാൻ നേരം തന്നെ പല സ്ഥലങ്ങളിലും വലിയ കുഴപ്പമില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൽഹിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെറ്ററാണ്. ഇതാണ് ജയ്സൽമീർ ഫോർട്ട്. മഞ്ഞ മണൽക്കല്ലുകൊണ്ട് ഉപയോഗിച്ചൊരു കോട്ടയാണ്. അപൂർവ ഒരു കോട്ടയാണ് ഇന്ത്യയിലെ തന്നെ. കാരണം ഇന്നും ഇതിനകത്ത് 4000-ഓളം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. തലമുറകളായി ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ശരിക്കും കോട്ടകളിൽ ജീവനുള്ളൊരു കോട്ടയെന്ന് പറയുന്നത് ഈ ജയ്സൽമീർ ഫോർട്ടാണ്. അങ്ങനെ നിങ്ങൾ ജയ്സൽമീറിലെത്തിയാൽ ആദ്യം കാണേണ്ട സ്ഥലമാണ് ഈ ജയ്സൽമീർ ഫോർട്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകത്തേക്ക് എത്തിയൊരു ഫീലാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം പിന്നോട്ട് പോകും ഇവിടുത്തെ കാഴ്ചകൾ. ഒരു കോട്ടക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ രാജസ്ഥാൻ്റെ ഒരുപാട് തനതായ കാഴ്ചകൾ കാണാൻ പറ്റും. ഈ ഒരു കോട്ടക്കകത്തേക്ക് ഇനി നമ്മൾ കയറി ചെല്ലുന്തോറും കാഴ്ചകൾ ശരിക്കും മാറിക്കൊണ്ടേയിരിക്കും. നല്ലൊരു തണുപ്പാണ് ശരിക്കും ഇതിലും വഴിയൊക്കെ നടന്നു പോകാൻ. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് പകലാണെങ്കിലും വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ചൂടുള്ളൂ. പക്ഷേ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ രാജസ്ഥാനിലേക്ക് വരാനേ പറ്റില്ല. രാജസ്ഥാനിൽ ജയ്സൽമീറിൽ വന്നു കഴിഞ്ഞാൽ എന്താ വാങ്ങാൻ പറ്റണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് വാങ്ങാൻ പറ്റുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇതേപോലുള്ള മാറ്റ്, ബെഡ്ഷീറ്റ്, ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് വേണേൽ വാങ്ങിയിട്ട് പോവാം. ഈ കോട്ടക്കുള്ളിൽ എന്തൊക്കെയോ ഒരുപാട് സംഭവങ്ങളും മിസ്റ്ററികളും കുറേ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് ചരിത്രങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ഒരു ജെയിൻ ടെമ്പിൾ, സൺസെറ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തൊട്ടാലും ഇവിടെ നല്ല പൈസയാണ്. ഇത് ടൂറിസ്റ്റുകളെ കൊണ്ട് മാത്രം വരുമാനമുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ജയ്സൽമീറൊക്കെ. എന്ത് സാധനം വാങ്ങാൻ നോക്കിയാലും നല്ല പൈസയാണ്. ഈ കാണുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ലൊരു എമൗണ്ടാണ് അവർ ചോദിക്കണം. നമ്മൾ വില ചോദിക്കണത് തന്നെ അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങണം എന്നുള്ള രീതിയാണ്. അതുകൊണ്ടാണ് അധികം വിലയും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ ചോദിച്ച് കാണിക്കാത്തത്. നമ്മൾ വീഡിയോക്ക് വേണ്ടി വില ചോദിക്കണതൊക്കെ പലർക്കും ഇഷ്ടമല്ല. പലരും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ അകത്തൂടിയൊക്കെ ഇങ്ങനെ നടന്നു പോകാനൊരു പ്രത്യേക വൈബാണ്. ഇതാണ് ഇവിടുത്തെ ജെയിൻ ടെമ്പിൾ. കാണാനൊരു പ്രത്യേക ഭംഗിയാണെന്ന് നോക്കുക. അതിൻ്റെ മേൽക്കൂരയൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ ഫോണകത്ത് കയറ്റാൻ പറ്റില്ല. ഫോൺ അവിടെ വെച്ചിട്ട് പോകണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറണില്ല.
ഫോണില്ലാതെ കയറിയിട്ട് കാര്യമില്ലല്ലോ. ഈ ഒരു കോട്ടക്കകത്തൊക്കെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇത് ഇവരുടെ വീടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വസതിയാണ് ഈ ബാറി ഹവേലി എന്ന് പറഞ്ഞ് ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തേക്കെ. 450 വർഷം പഴക്കമുള്ളൊരു വീടാണ് ഈ കാണാൻ പറ്റുന്നത്. വീടല്ല, ഒരു കൊട്ടാരം. ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അടിപൊളി കാഴ്ചകളാണ്. 450 വർഷം പഴക്കമുള്ള പല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് 2-3 നില എന്തുണ്ട്, പണ്ടത്തെ കാലഘട്ടത്തിലെ പല സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അന്നത്തെ കാലത്ത് പല രൂപത്തിലായിരുന്നു. അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇത് രാജാക്കന്മാരുടെയൊക്കെ ഒരു ഇരിപ്പിടമാണ് ശരിക്കും. അടിപൊളിയാണ്. ഇവിടെ വന്ന് തോക്കൊക്കെ പിടിച്ച് അടിയിൽ ഹുക്കൊക്കെ വലിച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇവരുടെ. ഒരുപാട് സാധനങ്ങളും ഗ്ലാസും, ചെമ്പിൻ്റെ ഗ്ലാസും, കിണ്ടിയും, കുറേ ഫോട്ടോയും കാര്യങ്ങളും, അടിപൊളി ഒരു വൈബാണ്. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഈ കോട്ടക്കുള്ളിലുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇതിന് മേലേക്കൊക്കെ കയറുന്ന ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ, ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. ഈ ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയേക്കണത് ശരിക്കും രാജസ്ഥാനിലെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പൊക്കെ നടന്ന് പോകാൻ നേരം നമുക്ക് നല്ല കൂളിങ്ങാണ്. നല്ലൊരു വേനൽക്കാലമാണെങ്കിലും ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് ചൂട് ഏൽക്കില്ല ശരിക്കും. ബ്രാഹ്മണ പുരോഹിതയുടെ വസതിയാണ് ഇത് ശരിക്കും. ഒരു കൾച്ചറൽ, രാജസ്ഥാൻ്റെ ഒരു കൾച്ചറൽ മ്യൂസിയമാണ്. 450 വർഷം മുമ്പുള്ള ഒരു രാജാക്കന്മാരുടെ ഒരു ശരിക്കും ജീവിത രീതി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു സാധനങ്ങളും തന്നെ മിസ്സാകാത്ത രീതിയിൽ കംപ്ലീറ്റ് പാത്രങ്ങൾ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് ചെമ്പിൻ്റെയും അങ്ങനെ പലവിധ ലോഹങ്ങളുടെ പല പല സാധനങ്ങൾ ശരിക്കും. ആ രാജകീയ ജീവിത ശൈലിയും ചരിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഒരുപാട് കൊത്തുപണികളും ഇതേപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ ഫോർട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ ഗൈഡുകൾ ഉണ്ടാവും. അവർക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂട്ടത്തിൽ വന്ന് നിന്ന് ഇത് ആരുടെ ബെഡ്റൂമായിരുന്നു, ആര് യൂസ് ചെയ്ത പൂജാമുറിയാണ്, ആരുടെ ഫോട്ടോയാണ്, അങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റ് ചരിത്രവും നമുക്ക് അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. 50 രൂപയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫീസ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, രാജാവിൻ്റെ രാജ്ഞീൻ്റെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ യൂസ് ചെയ്ത സകല സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് ആൾക്കാരാണ് ഇതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഒരു ഗൈഡും ഉണ്ട്. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും നല്ല അടിപൊളി ഫ്രെയിമുകളാണ് ഇതിനകത്ത്. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പഴയ കാലഘട്ടത്തിലെ ഒരുപാട് കോയിൻസും നോട്ടുകളൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത. ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ളതുകൊണ്ട്. പിന്നെ കുറേ കല്ലിൻ്റെ കോയിൻസൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഏതോ കാലം മുതലുള്ള പല ചരിത്രങ്ങളും അവശേഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഹവേലി. ഇത് കണ്ടു തീർക്കാൻ ഏകദേശം 1-2 മണിക്കൂറെങ്കിലും എടുക്കും. ഈ ഒരു ഹവേലിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ജയ്സൽമീർ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് എപ്പിസോഡുകൾ ഫുൾ ജയ്സൽമീറിൻ്റെ കാഴ്ചകൾ തന്നെയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ജയ്സൽമീറിൻ്റെ അടുത്ത ചരിത്രം കാണാം.